ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ഞുമൽ ഇപ്പോൾ വളരെ ഫേമസ് ആയൊരു സ്ഥലം കൂടിയാണ്. ഫിലിമുകളിലൂടെയൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ് മഞ്ഞുമൽ. ഫിലിമുകളിൽ കണ്ട മഞ്ഞുമൽ ബോയ്സ് താമസിക്കുന്ന സ്ഥലം നമുക്ക് സുപരിചിതമാണെന്ന് മാത്രമല്ല, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് മഞ്ഞുമൽ എന്ന് പറയുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്ക് അടുത്താണ് മഞ്ഞുമൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള മനോഹരമായ ഒരു വീടാണ് നമ്മളിന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബസ് റൂട്ടിലേക്കൊക്കെ എത്താനുള്ള ദൂരം വളരെ അടുത്താണ്. ഏകദേശം ഒരു 150-200 മീറ്റർ ഒക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലുലു മാളാണ് അടുത്ത് വരുന്നത്. എടപ്പള്ളി ലുലു മാളിലേക്ക് 4.3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അതുപോലെ നമുക്ക് കാക്കനാട് കളക്ടറേറ്റ് ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ 8 കിലോമീറ്ററും, ഇൻഫോ പാർക്കുകാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇൻഫോ പാർക്കിലേക്കും എളുപ്പത്തിൽ എത്താവുന്നതാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള ആക്സസിബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. ഷോപ്പ്, കാര്യങ്ങൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ എല്ലാം വളരെ അടുത്തായിട്ട് തന്നെയാണ് മഞ്ഞുമലുള്ള ഈ വീടിനടുത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിലൂടെ കാണാം, ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗുള്ള ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്. നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് മെയിൻ റോഡിന്റെ കണ്ടിന്യൂവേഷൻ വരുന്ന ആ ടാർ റോഡ് തന്നെയാണ്. അപ്പം ടാർ റോഡ് ആണെങ്കിലും വളരെ നല്ല നീറ്റായിട്ട് ടാറിങ് ചെയ്ത റോഡാണ് വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്നത്. അപ്പൊ ഈ വീടിന്റെ ഗേറ്റ്, മതിൽ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വീടിന്റെ മതിലിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ചൊരു നമ്മളുടെ ആ ഒരു സ്ക്വയർ ട്യൂബിന്റെ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് മതിലൊക്കെ ചെയ്തിരിക്കുന്നത്. മതിലിന്റെ ഉയർന്നു നിൽക്കുന്ന പില്ലറുകളിൽ രണ്ടിലും നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മതിലിന്റെ മറ്റു വരുന്ന പില്ലറുകളിലൊക്കെ കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗേറ്റിലേക്ക് വരുന്ന സമയത്ത് ഗേറ്റ് നിങ്ങൾക്ക് കാണാം, ഈ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗം നമുക്ക് തുറന്നു വയ്ക്കാം. ഈ കാണുന്നത് പോലുള്ള ലേസർ കട്ട് ഡിസൈൻ ഒക്കെ തന്നെയാണ് ഈ ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിന്റെ എലിവേഷൻ നോക്കുകയാണെങ്കിൽ കാണാം, അത്യാവശ്യം ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഒരു വൈറ്റ് കളർ തന്നെയാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള ചില പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലും പില്ലറുകളിലും ഒക്കെ ആയി കുറച്ച് ലൈറ്റ് ഷെയ്ഡുള്ള ഒരു പെയിന്റ് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ബാൽക്കണിയുടെ ഏറ്റവും മുകളിലായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നല്ലൊരു ഡിസൈൻ കാണാം. എന്തുകൊണ്ടും നമുക്ക് അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ എലിവേഷൻ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു കാർ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു കാറിന് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ ഉള്ളത്. നമ്മൾ വീട്ടിലേക്ക് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴും ബാക്കിയുള്ള സ്പേസ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇവിടെയും നമുക്കൊരു വലിയ കാർ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. ടോട്ടലി 2 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് കാണാം. നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ ചെയ്ത ഒരു കിണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് KWAയുടെ വാട്ടറും കൂടിയാണ്. ഈ കിണറിന്റെ ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒട്ടും കൺജഷൻ ഇല്ല. ഒരുപാട് സ്പേസ് നമുക്ക് ഇതിന് റൗണ്ടിന് നടന്നു പോകാനായിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. വീടിന്റെ സൈഡിലും താഴെ വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ലെഫ്റ്റ് സൈഡ് എൻഡ് വരെ നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മതിൽ കാണാം. അവിടെ ഇതിന്റെ എൻഡ് ആണ്. അവിടെ നിന്ന് ജസ്റ്റ് റൈറ്റ് സൈഡ് തിരിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യാണ്. വേറെ ഒന്നും ബാക്ക് സൈഡിൽ കാണാനില്ല. നേരെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു അലക്കുകല്ല് കാണാം. ഈ ഭാഗത്തൊക്കെ ഞാൻ നിൽക്കുന്ന സ്പേസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല രീതിയിൽ വിഡ്ത്തുണ്ട്. നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്ന് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, കാർ പോർച്ചിന്റെ ആ ഒരു പില്ലറുകൾ നല്ല ഭംഗിയുള്ള ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ പോയിട്ട് വീടിന്റെ റൈറ്റ് സൈഡ് എൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് അവർ
ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിൽ കുറച്ച് മണ്ണൊക്കെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ മതിൽ എൻഡാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ആ വഴി ചെന്ന് എൻഡ് ചെയ്യുന്നത് നമുക്ക് വർക്ക് ഏരിയയുടെ സ്പേസിലേക്കാണ്. നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നമ്മൾ പറഞ്ഞില്ല. ഫ്രണ്ടിൽ കാണുന്ന മുറ്റം, കാർ പോർച്ച്, അതിൻ്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഭംഗിയുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗങ്ങൾ മുഴുവൻ തന്നെ ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ഒരു ഫ്ലോറിംഗ് വന്നിട്ട് നമ്മളുടെ ഈ ഒരു സിറ്റ് ഔട്ടിലുള്ള ഫ്ലോറിംഗ് വന്നിട്ടാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കംപ്ലീറ്റ് വോള് ഫുള്ളായിട്ട് തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ വർക്കുകളാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർത്തായിട്ടുള്ളൊരു വീട് തന്നെയാണ്. ബിക്കോസ് ഏകദേശം നിയർലി 5 സെൻറ്റിനടുത്താണ് ഈ വീടിൻ്റെ ലാൻഡ് വരുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് 2050 ആണ്. 2050 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു വീടാണ്. സിറ്റിയോട് വളരെ അടുത്തും നമുക്ക് എല്ലായിടത്തേക്കും ഈസിലി ആക്സസിബിൾ ആയ ലൊക്കേഷനിലാണ് മഞ്ഞുമലുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിൻ്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിൽ നല്ല ഡിസൈനൊക്കെ ആയിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു ചെറിയ പാസേജ് പോലുള്ള ഒരു സ്പേസിലേക്കാണ്. ഈ പാസേജിൽ നിന്നിട്ടാണ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ നമുക്ക് എൻട്രികൾ വരുന്നത്. നമ്മൾ വീടിനകത്തേക്ക് കയറി ലെഫ്റ്റിലേക്കാണ് നേരെ പോകുന്നത്. ഇവിടെയാണ് ഗസ്റ്റ് ലിവിംഗ് സ്പേസ് വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഭാഗത്തെ വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടി ഒരു ടെക്സ്ചർ വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നിറയെ ഭംഗിയുള്ള LED ലൈറ്റുകൾ നോക്കിയിട്ട് അതുപോലെ തന്നെ ഒരു ഫാൻ ഫെസിലിറ്റിയൊക്കെ അവിടെ കൊടുത്തിട്ട് മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് TV ഒക്കെ വെക്കാനുള്ള ഏരിയ ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. നല്ല മ്യൂസിക്കൽ ഡിസൈനൊക്കെ വരുന്ന ഒരു ടെക്സ്ചർ വർക്കാണ് ഈ ഒരു ഭാഗത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ആ TV യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള പവർ പോയിൻറ്റും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആക്സസറീസ് ഒക്കെ വയ്ക്കാനായിട്ട് താഴെ അവർ കബോർഡ് ഫെസിലിറ്റികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് വൈറ്റ് കളറിലുള്ള വിട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഡിസൈൻ അതിൽ മേർജ് ചെയ്യുന്ന രീതിയിലും കൂടിയാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് കയറി വരുമ്പോൾ തന്നെയുള്ള റൈറ്റ് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു വുഡിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുള്ള കുറേ ഷെൽഫുകളുണ്ട്. നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഷോക്കേസ് ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഏരിയയാണ്. ഇവിടെ നമ്മൾ കടന്നു വന്ന പാസേജിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെയും റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസ് കാണാവുന്നതാണ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത്. നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്പേസ് തന്നെയാണ് ഡൈനിങ് ഏരിയയ്ക്കായിട്ട് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വിൻഡോസ് വരുന്നത് ഇവിടെ 4 വിൻഡോസ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ അവർ ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നിട്ട് ഒരു വുഡൻ ടൈപ്പ് ഓഫ് ഒരു ഇതാണ് വോളിൽ അവർ ചെയ്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗ്രേ കളറിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. 3 കബോർഡുകളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നമുക്ക് മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് റൂഫിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ എല്ലാ റൂമുകളിലും തന്നെ അവർ ഫാൻ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ ഒരു ഡൈനിങ് റൂമിൻ്റെ ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് 2 ഡോറുകൾ. നമുക്ക് ഈ ഒരു ബെഡ്റൂം ആദ്യം കണ്ടു നോക്കാം. ഡോറുകളുടെ പാറ്റേൺ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ആ വിൻഡോസ് ഇരിക്കുന്ന വോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് 3 തുറക്കാവുന്ന 3 ഓപ്പണിങ്സ് വരുന്ന ഒരു വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ട്രഡീഷണൽ രീതിയിൽ വരുന്ന വുഡൻ ഇതോടുകൂടി തന്നെ ആ ഒരു കളർ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഈ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെയൊക്കെയാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോറിൻ്റെ മോഡലൊക്കെ ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഡോറാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെ വോളൊക്കെ നോക്കുകയാണെങ്കിൽ ടൈലുകൾ വന്നിട്ട് ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിങ്സ് ഒക്കെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫിറ്റിങ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് അടുത്തടുത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂമുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. എല്ലാ റൂമുകളുടെയും ഒരു വോൾ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അധികം കാണാത്ത എന്തൊരു മ്യൂസിക്കിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കൽ ഡിസൈനുകളാണ് ഇവിടെ കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നതും സെയിം ആ ഒരു ഏരിയയിൽ തന്നെയാണ്. കയറി വരുമ്പോൾ തന്നെയാണ് നമുക്ക് സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് വാർഡ്രോബിനും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് ടൈലുകൾക്കൊക്കെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ അകത്തുള്ള സ്പേസ് ഒക്കെ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീട്ടിൽ താഴെയുള്ള 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇവിടുത്തെ ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെയുള്ള ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തന്നെ നിറയെ കബോർഡുകളായിട്ട് അവർ തിരിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഈ ഒരു വീട്ടിൽ ലഭിക്കുന്നുണ്ട്. ചെറിയ വരുന്ന സ്പേസ് പോലും ഇതുപോലെ കബോർഡായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ബാത്റൂം വീടിനകത്ത് ഉണ്ടോ എന്നുള്ളത്. ബിക്കോസ് നമുക്കൊരു റൂമിലേക്ക് കയറി അതിന് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും കൂടുതൽ ബാത്റൂമുകൾ കാണാറ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഡൈനിങ് ഏരിയയുടെ എവിടെയെങ്കിലും ആയിട്ടൊരു ബാത്റൂം ഉള്ള വീട് കിട്ടുമെന്ന്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയറിന് താഴെയായിട്ട് ഒരു ബാത്റൂം അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ബാത്റൂമാണ്. നമുക്ക് ആ സ്റ്റെയറിൻ്റെ താഴെയുള്ള ഏരിയ നല്ല രീതിയിൽ തന്നെ അവർ യൂട്ടിലൈസ് ചെയ്ത് ഒരു ബാത്റൂം ആക്കിയിട്ട് അത് മാറ്റിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ ഏകദേശം ഒരു ഓപ്പൺ കിച്ചണാണെന്ന് നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഡോറ് വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കാണുന്ന എൻട്രൻസിൽ ചെറിയൊരു ഡോറ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ക്ലോസ്ഡ് കിച്ചണുമായി മാറുന്നതാണ്. കിച്ചണകത്തേക്കൊക്കെ വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഈ ഒരു കാണുന്ന ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് ഒരു ഗ്രേ കളറാണ് അവർ മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പൊക്കെ വന്നിട്ട് വൈറ്റ് കളറും സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. അതുകൂടാതെ സിംഗിൾ ആയിട്ടുള്ളതും ഒത്തിരി അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും അവർ ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. ഫ്ലോർ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ 2 ഭാഗത്തും 2 ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന 2 ഡോറുകൾ ഓപ്പൺ ചെയ്ത് ഇറങ്ങുന്നത് നല്ല സ്പേസിലേക്കാണ്. ഒട്ടും കൺജഷൻ അല്ലാതെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിലോ ചെടികൾ നടണമെങ്കിലൊക്കെ ഒരുപാട് സ്പേസാണ് പുറത്തുള്ള ഭാഗത്തൊക്കെ 2 സൈഡിലും ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള എല്ലാം തന്നെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ കയറി വരുമ്പോഴുള്ള ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാം നമ്മളെ ഭാഗത്തായിട്ട് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം നല്ല രീതിയിൽ തന്നെ റൂഫിലൊക്കെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടാണ് സ്റ്റെയർ കയറി വരുന്ന ആ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് നമ്മളൊരു വലിയ ഹാളിലേക്കാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ സ്റ്റെപ്പ് കയറി നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ടൊരു റൂം കാണാം. നമുക്കതെന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് പരിചയപ്പെട്ടത്. മുകൾ ഭാഗത്തും 2 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു കോർണർ ഭാഗത്താണ് ആ സെയിം മോഡൽ വരുന്ന വാർഡ്രോബ് അവർ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു റൂം അവർ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് റൂമിലേക്ക് കയറി വരുമ്പോൾ കാണാത്ത രീതിയിൽ കുറച്ചൊരു പാസേജ് കൊടുത്ത് അടുത്തേക്ക് നീങ്ങിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ആ ഭാഗത്തും ഒരു വിൻഡോ അവർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളോട് കൂടി സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് യെല്ലോ കളറിൽ കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള ടൈലുകളൊക്കെയാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിന്റെ ആണെങ്കിലും ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടെക്സ്റ്റൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ റൂമുകൾക്കും കൂടുതലായിട്ടും ഒരു വോള് വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്കൊക്കെ ചെയ്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗവും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് 4 വിൻഡോസ് വരുന്നത്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു കോപ്പർ കളറിലുള്ള ടെക്സ്റ്റൈൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് ഈ ഭാഗത്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അതിന്റെ സ്വിച്ചസും കാര്യങ്ങളും പവർ പ്ലഗും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് റൂഫിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ആ വർക്കുകളൊക്കെ തന്നെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം കാണാനുണ്ട്. ബാൽക്കണി സ്പേസ് കാണാനുണ്ട്. അതുകൂടാതെ തന്നെ ടെറസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാറുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് 2 ഡോറുകൾ കാണാം. ഇത് ബെഡ്റൂമിലേക്കും ഇത് യൂട്ടിലിറ്റി ഏരിയയിലേക്കും പോകുന്നതാണ്. നമുക്ക് ആദ്യം ബെഡ്റൂം തന്നെ നോക്കാം. താഴെ കണ്ടതും മുകളിൽ കണ്ടതുമായ 3 ബെഡ്റൂമുകളെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെയുള്ള സെയിം വലുപ്പത്തിലാണ് ഈ ഒരു റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടൊക്കെയാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ഇത് വന്നിട്ട് വോള് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ടെക്സ്റ്റൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വാർഡ്രോബും സെയിം തന്നെ ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആണെങ്കിലും റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിനകത്താണെന്നുണ്ടെങ്കിലും ഒരു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളറിലുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമ്മൾ കണ്ട 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വളരെ വലിയ ഒരു സ്പേസ് ആണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയയ്ക്കായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ വശം കവർ ചെയ്തിട്ടില്ല. അതിപ്പോൾ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് കവർ ചെയ്ത് എടുക്കേണ്ടി വരും. പക്ഷെ ഒരു വലിയ സ്പേസ് തന്നെയാണ് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ആ എൻഡിലായിട്ടാണ് വാഷ് മെഷീൻ വെക്കാനുള്ള പോയിന്റ്സും കാര്യങ്ങളും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനൊക്കെ അവർ ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ടെറസ് വന്നിട്ടാണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അതുകൂടാതെ അടുത്തടുത്തൊക്കെ ആയിട്ട് നിറയെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ യൂട്ടിലിറ്റി ഏരിയ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് തുറക്കുന്ന ഒരു ഡോറുകൂടെ കാണാറുണ്ട്. ഇവിടുത്തെ ബാൽക്കണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് വന്നിട്ട് ലെങ്ത്തിലും അവിടുന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയയിലേക്കുമാണ്. ഇവിടുത്തെ മെയിൻ വലിയ ബാൽക്കണി സ്പേസ് വരുന്നത് ഇവിടെയാണ്. മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഗ്ലാസ് ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ഈ ഒരു ബാൽക്കണിയുടെ കംപ്ലീറ്റ് ഏരിയ അവർ സേഫ് ആക്കിയിരിക്കുന്നത് ടഫ് ഗ്ലാസ് ഇട്ടിട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്ലോർ നോക്കിയാൽ നമുക്ക് കാണാം കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വുഡ് ഫിനിഷോട് കൂടിയ ഒരു ടൈലാണ് ഈ ഒരു ഭാഗത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടാണ് ബാൽക്കണിയുടെ ഈ ഭാഗം അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമുക്ക് കാണാം, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ എല്ലാം തന്നെ നല്ല നല്ല വില്ലകളൊക്കെയാണ് ചുറ്റിനും ഉള്ളത്. ഒരുപാട് നമുക്ക് നൈബേഴ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം.
ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ഞുമ്മൽ ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ്. ഇപ്പോൾ റോഡ് സൈഡിനോടൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു 150-200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മെയിൻ റോഡിലേക്ക് എത്താവുന്നതാണ്. ഹോസ്പിറ്റലുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ഒക്കെ നല്ലത് തന്നെ ഇവിടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലമാണ് ഇടപ്പള്ളി എന്നൊക്കെ പറയുന്നത്. ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്തി ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി മഞ്ഞുമ്മൽ എന്ന് പറയുന്ന ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ മെയിൻ റോഡിനോടൊക്കെ വളരെ അടുത്തൊരു 250 മീറ്റർ ഒക്കെയാണ് മെയിൻ റോഡിലേക്കും ബസ് റോഡിലേക്കും ഒക്കെ ഉള്ള ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിലും ഒരുപാടാണ് ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ആക്സസ് ബേസ് നോക്കുവാണെങ്കിലും ഇടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എല്ലാ സൈഡിലേക്കും എത്തിപ്പെടാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള കോൺഫിഗറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 4.8 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4.8 ആണ് ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് എന്ന് പറയുന്നത്. 2050 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് പണിതീർത്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 2050 ആണ്. 4 ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഫെസിലിറ്റി അവർ വേറെ കൂടി നമുക്ക് ഡൈനിങ് സ്പേസിനടുത്തായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഭംഗിയുള്ള ഈ വീട്ടിൽ, അതായത് എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. നമുക്ക് 2 വലിയ കാറ് പാർക്ക് ചെയ്യാം, നമുക്ക് കിണർ വെള്ളമുണ്ട്, അത് കൂടാതെ KWയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് താമസിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളാണോ നോക്കുന്നത് അതെല്ലാം തന്നെ ഉള്ളൊരു വീടാണ് ഇത്. അപ്പം ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് പറയുകയാണെങ്കിൽ 1,35,00,000 രൂപയാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. 1.35 CR ആണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ്. അപ്പൊ ഈ ഒരു ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒട്ടും കൂടുതലല്ല ഓണർ ചോദിക്കുന്നത്. എങ്കിലും നമുക്ക് ഈ വീട് ഇഷ്ടപ്പെട്ട് ഇതിന്റെ ഓണറായിട്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,35,00,000 എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ ഭംഗിയുള്ള വീട് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.